Good afternoon, dear students. Next, we are discuss about nitrogen. Our next topic is nitrogen. What are the details of? Which are the details of nitrogen? We have atomic number of nitrogen is 7. Atomic number of nitrogen is 7. Then its electronic configuration is 2, 5. That is, from this we have nitrogen belongs to 15th group. And when nitrogen react with another nitrogen, one nitrogen atom react with another nitrogen atom and produces nitrogen molecule. If nitrogen molecule is produced by reacting these two nitrogen atoms, a triple bond is formed between two nitrogen atoms. Nitrogen, atomic number of nitrogen is 7. Then its configuration is 2, 5. When nitrogen react with another nitrogen of atomic number 7, if a nitrogen molecule is formed by sharing 3 pairs of electron between these two nitrogen atoms, that is, a triple bond is formed between two nitrogen atoms. Okay? അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ പറയുന്നത് there is a triple bond is formed between two nitrogen atom. The next one, the major component in the atmosphere is nitrogen. We have atmosphere contain many gases, but the major component in the atmosphere, that is nitrogen gas. Okay. Next, there is a triple bond in nitrogen molecule. Then nitrogen is inactive due to this strong bond. നമുക്കറിയാം നൈട്രജനും തമ്മിലുള്ള ബോണ്ട് അഥവാ നൈട്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ ഈ സ്ട്രോങ് ബോണ്ട് കാരണം നൈട്രജൻ പൊതുവെ അറ്റ്മോസ്ഫിയറിൽ ഇനാക്റ്റീവായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. Also, next property is nitrogen has a major role in controlling the rate of combustion. കമ്പഷൻ്റെ റേറ്റ് കൺട്രോൾ ചെയ്യുന്നതിൽ കമ്പഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഗ്യാസ് ഓക്സിജൻ ആണ്, ഇൻ ദി പ്രസൻസ് ഓഫ് ഓക്സിജൻ. ദെൻ വിച്ച് ഗ്യാസ് കൺട്രോൾ ദ റേറ്റ് ഓഫ് കമ്പഷൻ, ദാറ്റ് ഈസ് നൈട്രജൻ. ഓക്കെ. നെക്സ്റ്റ് പ്രോപ്പർട്ടി, നൈട്രജൻ ഈസ് എസെൻഷ്യൽ ഫോർ ദി ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് നൈട്രജൻ വെരി എസെൻഷ്യൽ ആണ്. ബട്ട് ദി നൈട്രജൻ ഈസ് അബണ്ടൻറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. പ്ലാന്റ്സ് ഡസ് നോട്ട് അബ്സോർബ് നൈട്രജൻ ഡയറക്റ്റ്ലി. നമുക്ക് പറഞ്ഞു അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള കമ്പോണൻറ്റ് നൈട്രജൻ ഗ്യാസാണ്. അറ്റ്മോസ്ഫിയറിൽ ഇത്രയും നൈട്രജൻ ഗ്യാസ് ഉണ്ടെങ്കിലും പ്ലാന്റ്സിന് ഇതിനെ ഡയറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. പ്ലാന്റ്സ് ആർ അബ്സോർബ്ഡ് നൈട്രജൻ ഓൺലി ആഫ്റ്റർ ഡിസോൾവിങ് വിത്ത് സോയിലിൽ മിക്സ് ചെയ്ത നൈട്രജനെ ഉള്ളൂ എന്ത് ചെയ്യുക, പ്ലാന്റ് അബ്സോർബ് ചെയ്യുക. അല്ലാതെ അറ്റ്മോസ്ഫിയറിലുള്ള ഡയറക്റ്റ് നൈട്രജനെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നില്ല, പ്ലാന്റ്സ് കാണ്ട് അബ്സോർബ് ദിസ് ഗ്യാസസ്. ഓക്കെ. അപ്പം ഇനി എങ്ങനെയാണ് സോയിലിൽ നൈട്രജൻ്റെ പ്രസൻസ് എങ്ങനെയൊക്കെയാണ് സോയിലിൽ വരുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ. നമ്മൾ പറഞ്ഞു നൈട്രജൻ ഈസ് ആൻ ഇനാക്റ്റീവ് ഗ്യാസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇറ്റ്സ് ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നൈട്രജൻ സോയിലുമായിട്ട് മിക്സ് ചെയ്യുന്നത് ഡ്യൂ ടു അറ്റ് ദി ടൈം ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. അറ്റ് ദി ടൈം ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ദി അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്. സോ ദ triple bond of nitrogen molecule is broke down and it is separate into two nitrogen atom. This nitrogen molecule react with oxygen and produces nitric oxide This nitric oxide, first നമ്മൾ പറഞ്ഞു the triple bond in nitrogen molecule is broken when there is thunder and lightning, and the nitrogen combine with the atmospheric oxygen and form nitric oxide. ആദ്യം atmospheric oxygen ആയിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യും, നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യും തണ്ടറിങ് ആൻഡ് ലൈറ്റനിങ്ങിൻ്റെ സമയത്ത്. ദെൻ ദിസ് നൈട്രിക് ഓക്സൈഡ് റിയാക്ട് വിത്ത് മോർ ഓക്സിജൻ ആൻഡ് പ്രൊഡ്യൂസസ് നൈട്രജൻ ഡയോക്സൈഡ്. Okay, first atmospheric nitrogen react with oxygen and produces nitric oxide. Then this nitric oxide
formed like this combine with more oxygen and produces nitrogen dioxide. Then this nitrogen dioxide dissolve in the rainwater in the presence of oxygen. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജന് പ്ലാന്റ്സ് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്നില്ല. ഈ നൈട്രജൻ നേരെ റെയിൻ വാട്ടറിലൂടെ തണ്ടർ ആൻഡ് ലൈറ്റനിങ്ങിൻ്റെ സമയത്ത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഹൈലി ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. സോ the triple bond of the nitrogen break down and it react with oxygen and produces nitric oxide NO. Then this nitric oxide react with more oxygen and produces nitrogen dioxide. Okay, then this nitrogen dioxide dissolves in rainwater in the presence of oxygen and reaches the soil as nitric acid. അപ്പോൾ അത് നൈട്രിക് ആസിഡ് ഫോമിലാണ് എന്ത് ചെയ്യുന്നത്, സോയിലിൽ എത്തുന്നത്. ദിസ് നൈട്രിക് ആസിഡ് റിയാക്ട് വിത്ത് ദ മിനറൽസ് ഇൻ ദി സോയിൽ ആൻഡ് ഫോംസ് നൈട്രേറ്റ് സാൾട്ട്. അങ്ങനെ ഈ നൈട്രിക് ആസിഡ് സോയിലുള്ള മിനറൽസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു, നൈട്രേറ്റ്സ് ഫോം ചെയ്യുന്നു. Then plants absorb the nitrogen components in the form of nitrates. ഓക്കെ, അപ്പോൾ തണ്ടർ ആൻഡ് ലൈറ്റനിങ്ങിൻ്റെ സമയത്താണ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണു. അങ്ങനെ നൈട്രിക് ഓക്സൈഡ്, ദെൻ നൈട്രജൻ ഡയോക്സൈഡ്, നൈട്രിക് ആസിഡൊക്കെ ഫോം ചെയ്ത് അങ്ങനെ സോയിലുമായിട്ട് ഡിസോൾവ് ചെയ്തിട്ടാണ് പ്ലാന്റ്സിന് കിട്ടുന്നത്. Therefore thunder and lightning are blessing for plants. Plants get only a small amount of nitrogen in this way. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിന് നൈട്രജൻ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നത് വളരെ കുറച്ചാണ് ഈ രീതിയിൽ കിട്ടുന്നത്. പക്ഷേ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനാണെങ്കിലോ കൂടുതൽ നൈട്രജൻ അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം നോക്കി നോക്കൂ. വൺ ഓഫ് ദ വേസ് ഓഫ് ഗെറ്റിംഗ് ഗ്രേറ്റർ എമൗണ്ട് ഓഫ് എലമെൻറ്റ്സ് റിക്വയർഡ് ഫോർ ദി ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ഈസ് ത്രൂ ദ ഡീക്കേയിങ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് അല്ലേ. പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ഡെഡ് ആൻഡ് ഡീക്കേഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസിൻ്റെ വേസ്റ്റിൽ നിന്ന് ഒരുപാട് എലമെൻറ്റ്സ് എന്തിന് കിട്ടുന്നുണ്ട്, പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ക്യാൻ യു ലിസ്റ്റ് ഔട്ട് വിച്ച് അതർ മീൻസ് ആർ ദർ, ഏതൊക്കെ രീതിയിൽ യൂസ് ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് അല്ലേ. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് അതേപോലെ തന്നെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് പ്ലാന്റ്സിന് കിട്ടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വേറെ ഏത് മെത്തേഡ് വഴി ഒന്ന് പറഞ്ഞു, ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, ദെൻ യൂസ് ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, ദെൻ നെക്സ്റ്റ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യുന്നു, ഡിഫറെൻറ്റ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നു. അതൊക്കെ എന്തിന് ഹെൽപ്പാണ്, ആ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ലിസ്റ്റ് ഔട്ട് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ്. ഓർഗാനിക് മീൻസ് നമ്മൾ ഓൾറെഡി നമുക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫെർട്ടിലൈസേഴ്സിനെ എന്ത് പറയുന്നത്, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി നോക്കൂ, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് പറയുന്നത് എക്കോ ഫ്രണ്ട്ലിയാണ്. എക്കോ ഫ്രണ്ട്ലി അല്ലേ, ഫ്രണ്ട്ലി വിത്ത് എൻവിറോൺമെൻറ്റ്, അതാണ് എക്കോ ഫ്രണ്ട്ലി. ദെൻ നെക്സ്റ്റ് നോക്കൂ, കീപ്സ് ദ ഒറിജിനാലിറ്റി ഓഫ് ദി സോയിൽ. നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ സോയിലിൻ്റെ സ്ട്രക്ചറിനൊന്നും ചേഞ്ച് വരുന്നില്ല, ദാറ്റ് കീപ്സ് ദ ഒറിജിനാലിറ്റി. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ആഡ് ചെയ്തോളൂ, സസ്റ്റൈനബിൾ ആൻഡ് എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ്, അതും കൂടെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ലിമിറ്റേഷൻസ് ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ അത് എഴുതിക്കോളൂ, ലിമിറ്റേഷൻസ് ഇവിടെ സൈഡിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ. ലിമിറ്റേഷൻസ് ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് സൈഡ് ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് പോയിന്റ് എഴുതിക്കോളൂ, പ്രൊഡക്ഷൻ ഓഫ് മോർ എമൗണ്ട് ഈസ് നോട്ട് പോസിബിൾ. പ്രൊഡക്ഷൻ ഓഫ് മോർ എമൗണ്ട് ഈസ് നോട്ട് പോസിബിൾ. നമുക്ക് ഒരുപാട് എമൗണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെന്തല്ല, പോസിബിൾ അല്ല. ദെൻ നെക്സ്റ്റ് പോയിന്റ്, നോട്ട് ഓൾ പ്രോഡക്ട്സ് ആർ ക്രിയേറ്റഡ് ഈക്വലി. നോട്ട് ഓൾ പ്രോഡക്ട്സ് ആർ ക്രിയേറ്റഡ് ഈക്വലി.
നെക്സ്റ്റ് പോയിന്റ്, ന്യൂട്രിയൻ ലെവൽ ഇൻ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഈസ് വെരി ലെസ്. ന്യൂട്രിയൻ്റ് ലെവൽ ഇൻ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഈസ് വെരി ലെസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, കമ്പയർ ഇറ്റ് വിത്ത് ദ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസുമായിട്ട് കമ്പയർ ചെയ്യാം. ദെൻ വാട്ട് ആർ ദ അതർ യൂസസ് ഓഫ് നൈട്രജൻ? നൈട്രജൻ്റെ ബാക്കി യൂസസ് ഒക്കെയാണ് കേട്ടോ പറയുന്നത്. പ്രൊഡക്ഷൻ ഓഫ് നൈട്രജനിയസ് ഫെർട്ടിലൈസേഴ്സ് ടു ഫിൽ ഇൻ ദ ടയേഴ്സ് ഓഫ് വെഹിക്കിൾസ്, ലിക്വിഫൈഡ് നൈട്രജൻ യൂസ്ഡ് ആസ് എ റെഫ്രിജറൻറ്റ് ടു അവോയ്ഡ് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഇൻ packed food. These are the other uses of nitrogen. Next one is chlorine. Chlorine, what is the atomic number of chlorine? Atomic number of chlorine is 17 and its configuration is 287. Which is the main use or important use of chlorine? നമുക്ക് ക്ലോറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് യൂസ് എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബ്ലീച്ചിങ് ആക്ഷൻ. നമ്മൾ ബ്ലീച്ചിങ് പൗഡറിൽ യൂസ് ചെയ്യുന്ന മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താ? ക്ലോറിനാണ്. ബ്ലീച്ചിങ് പൗഡർ നമുക്ക് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ല് അനുഭവപ്പെടും അല്ലേ? ആ സ്മെല്ലിന് കാരണം ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ക്ലോറിൻ. അപ്പോൾ ഈ ബ്ലീച്ചിങ് പൗഡറിൽ മെയിനായിട്ട് ബ്ലീച്ചിങ് ആക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ക്ലോറിനാണ്. ഓക്കെ, ക്ലോറിൻ കോമ്പൗണ്ട്സ് നമുക്ക് ഇഷ്ടംപോലെ ക്ലോറിൻ കോമ്പൗണ്ട്സ് അറിയാം. ഹൈഡ്രജൻ ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്. ദെൻ നെക്സ്റ്റ് വൺ പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ ആണ്. ക്ലോറിൻ ഈസ് പ്രിപ്പയർഡ്. ഹൗ ക്ലോറിൻ ഈസ് പ്രിപ്പയർഡ്? Chlorine is prepared by the reaction of potassium permanganate with hydrochloric acid. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ഷൻ്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് പൊട്ടാസ്യം ക്ലോറൈഡ്, മാംഗനീസ് ഡൈക്ലോറൈഡ്, H2O ആൻഡ് ക്ലോറിൻ ഗ്യാസ്. ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ക്ലോറിൻ ഗ്യാസ് ഈസ് പ്രിപ്പയർഡ് ബൈ റിയാക്ടിങ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിത്ത് HCl. അങ്ങനെ ഇവിടെ ക്ലോറിൻ ഗ്യാസ് പ്രിപ്പയർ ചെയ്യുന്നു. ദിസ് ക്ലോറിൻ ഗ്യാസ് പാസസ് ത്രൂ വാട്ടർ ആൻഡ് ഇറ്റ് അഗെയിൻ പാസസ് ത്രൂ സൾഫ്യൂരിക് ആസിഡ്. ദെൻ ക്ലോറിൻ ഈസ് stored in another jar. അപ്പോൾ വൈ ക്ലോറിൻ ഗ്യാസ് പാസസ് ത്രൂ വാട്ടർ? അവിടെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് വൈ ക്ലോറിൻ ഗ്യാസ് പാസസ് ത്രൂ വാട്ടർ, ദെൻ വൈ ക്ലോറിൻ ഗ്യാസ് പാസസ് ത്രൂ സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, ഇവിടെ മാർക്ക് ചെയ്തോളൂ. ഡു യു നോ വൈ ക്ലോറിൻ ഗ്യാസ് പാസ്ഡ് ത്രൂ വാട്ടർ? ഇതിൻ്റെ ആൻസർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കി നോക്കൂ, ക്ലോറിൻ ഗ്യാസ് പാസസ് ത്രൂ വാട്ടർ ടു റിമൂവ് ദ ട്രേസസ് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പേഴ്സ് ദാറ്റ് കംസ് ഔട്ട് എലോങ് വിത്ത് ക്ലോറിൻ. ക്ലോറിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ക്ലോറിൻ്റെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രജൻ ക്ലോറൈഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഏതിലൂടെ പാസ് ചെയ്യുന്നത്? വാട്ടറിലൂടെ പാസ് ചെയ്യുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വൈ, ഇവിടെ ക്വസ്റ്റ്യൻ എഴുതുക, വൈ ക്ലോറിൻ ഗ്യാസ് പാസസ് ത്രൂ സൾഫ്യൂരിക് ആസിഡ്? വൈ ക്ലോറിൻ ഗ്യാസ് പാസസ് ത്രൂ സൾഫ്യൂരിക് ആസിഡ്? അവിടെ ആൻസർ സൾഫ്യൂരിക് ആസിഡിലൂടെ ക്ലോറിൻ പാസ് ചെയ്യുന്നത് ക്ലോറിൻ്റെ കൂടെ, ഇവിടെ നമ്മൾ പറഞ്ഞു ക്ലോറിൻ്റെ പ്രിപ്പറേഷനിൽ ക്ലോറിൻ്റെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാട്ടർ വേപ്പർ ഉണ്ട് അല്ലേ? ആ വാട്ടർ വേപ്പറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഏതിലൂടെ പാസ് ചെയ്യുന്നത്? സൾഫ്യൂരിക് ആസിഡിലൂടെ. നോക്കി നോക്കൂ, സൾഫ്യൂരിക് ആസിഡ് ക്യാൻ അബ്സോർബ് ദ വാട്ടർ വേപ്പർ ഇൻ ക്ലോറിൻ ഗ്യാസ് വെൻ ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. Okay, then chlorine is collected in a jar. Next one, bleaching action of chlorine. Bleaching action means chlorine gas has the capacity to decolorize the wet object at the presence of moisture. ഇവിടെ ഒരു ആക്ടിവിറ്റി പറയുന്നുണ്ട്, പ്രിപ്പയർ ഡ്രൈ ക്ലോറിൻ ആൻഡ് കളക്ട് ഇൻ ടു 2 ജാർ. 2 ജാറിൽ ക്ലോറിൻ കളക്ട് ചെയ്യണു. Put a litmus paper, bits of colored cloth and pieces of colored paper in 1 jar. 2 ജാറിലും ഇതേപോലെ കളേർഡ് ക്ലോത്ത്, കളേർഡ് പേപ്പർ ഒക്കെ ഇടുക. ഒരു ജാറ് വെറ്റ് കണ്ടീഷനിൽ റീറ്റെയിൻ ചെയ്യുക, മറ്റേ ജാറ് ഡ്രൈ കണ്ടീഷനിൽ റീറ്റെയിൻ ചെയ്യുക. അപ്പോൾ വെറ്റ് കണ്ടീഷനിൽ റീറ്റെയിൻ ചെയ്യുന്ന ജാറിൽ എന്താണ് അതിലുള്ള കളേർഡ് സബ്സ്റ്റൻസ് ഒക്കെ എന്തായിട്ട് മാറും? കളർലെസ് സബ്സ്റ്റൻസ് ആയിട്ട് മാറും. That is, chlorine gas has the capacity to decolorize the wet object. വെറ്റ് ഒബ്ജക്റ്റിനെ വെറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ മോയ്സ്ചറിൻ്റെ പ്രസൻസിൽ ക്ലോറിൻ എന്തുണ്ട്? കളേർഡ് സബ്സ്റ്റൻസിനെ ഡീകളറൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ക്ലോറിനുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, കെമിസ്ട്രി ഓഫ് ബ്ലീച്ചിങ്.
എങ്ങനെയാണ് ക്ലോറിൻ്റെ ബ്ലീച്ചിങ് ആക്ഷൻ നടക്കുന്നത്? വെൻ ക്ലോറിൻ റിയാക്ട് വിത്ത് വാട്ടർ പ്രൊഡ്യൂസസ് HCl ആൻഡ് ഹൈപ്പോക്ലോറസ് ആസിഡ്. നോക്കി നോക്കൂ, ക്ലോറിനും വാട്ടറും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ HClഉം ഹൈപ്പോക്ലോറസ് ആസിഡും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറയുന്നത് അൺസ്റ്റേബിളാണ്. അതിന് സ്റ്റെബിലിറ്റി ഇല്ല. അതിന് ഈ കണ്ടീഷനിൽ തന്നെ കൂടുതൽ നേരം റീറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ ദിസ് ഹൈപ്പോക്ലോറസ് ആസിഡ് ഡിസോസിയേറ്റ് ഇൻ ടു HCl ആൻഡ് നാസെൻ്റ് ഓക്സിജൻ എന്നാണ് പറയാം. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് HClഉം നാസെൻ്റ് ഓക്സിജനായിട്ട് ഡീകമ്പോസ് ചെയ്യുന്നു. This nascent oxygen formed due to the decomposition of oxidizes colored object to make them colorless. അപ്പോൾ കളേർഡ് ഒബ്ജക്റ്റിനെ കളർലെസ് ആക്കി മാറ്റാൻ കാരണം ആരാണ്? നാസെൻ്റ് ഓക്സിജൻ ആണ്. ദിസ് ഈസ് ദ ബേസിസ് ഓഫ് ബ്ലീച്ചിങ് ആക്ടിവിറ്റി ഓഫ് ക്ലോറിൻ. ക്ലിയർ അല്ലേ?